Yes, good morning everybody. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ടോപ്പിക്ക് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് ആയിരുന്നു. അതിലെ ഫസ്റ്റ് പാർട്ട് ടേണിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ടു റിപ്പോർട്ട് സ്പീച്ച് ആയിരുന്നു. ഓർമ്മയുണ്ടല്ലത്? എങ്ങനെയാണൊരു സ്റ്റേറ്റ്മെൻറ്റിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് അല്ലെങ്കിൽ റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റുക. അതാണ് നമ്മൾ പഠിച്ചത്. ഇനി അതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് turning questions into reporter speech. Turning questions into reporter speech. എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. He said it to his brother, "Where is my bag?" ഇപ്പോൾ ഇൻവെർട്ടോകോമയ്ക്ക് ഉള്ളിൽ കിടക്കുന്നത് ഒരു ക്വസ്റ്റ്യനാണ്. നേരത്തെ ഇൻവെർട്ടോകോമയ്ക്ക് ഉള്ളിൽ കിടക്കുന്നത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു, ഒരു പ്രസ്താവന രൂപത്തിലുള്ള ഒരു വാക്യമായിരുന്നു. ഡിക്ലറേറ്റീവ് സെനൻസ് അല്ലെങ്കിൽ അസർട്ടീവ് സെനൻസ് എന്നൊക്കെ വിളിക്കുന്നതാണ് പ്രസ്താവനാ വാക്യങ്ങൾ. ഇവിടെ അത് ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുമ്പോഴുള്ള ചേഞ്ചസ് എന്താണ്? ഇൻവെർട്ടോകോമയ്ക്ക് പുറത്ത് കിടക്കുന്ന അതുപോലെ എഴുതുന്നു എന്നല്ലേ നമ്മൾ ആദ്യം പറഞ്ഞത്. ഹി ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇൻസ്റ്റെഡ് ഓഫ് സെഡ് ഇറ്റ് ടുവിന് പകരം ഇറ്റ് ഈസ് ആസ്ക്ഡ്. ഓക്കെ, ഹിസ് ബ്രദർ. ഇത് സബ്ജക്റ്റ്, റിപ്പോർട്ടിംഗ് വെർബ് കഴിഞ്ഞു വരുന്ന ഓബ്ജക്റ്റ്. ഓക്കെ, ആഫ്റ്റർ ദീസ് ഓബ്ജക്റ്റ്, ഈ റിപ്പോർട്ടിംഗ് വെർബ് കഴിഞ്ഞു വരുന്ന ഓബ്ജക്റ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ക്വസ്റ്റ്യൻ വേർഡ് എഴുതിയിരിക്കണം. വേർ ഈസ് മൈ ബാഗ്? ഇന്നത്തെ ക്വസ്റ്റ്യൻ വേർഡ് ഏതാ? വേർ. ആ ക്വസ്റ്റ്യൻ വേർഡ് എടുത്ത് അതുപോലെ എഴുതും. ഓക്കെ, അപ്പോൾ എന്താണ്? ഇൻവെർട്ടോകോമയ്ക്ക് പുറത്തുള്ള അതുപോലെ എഴുതാന്നല്ലേ പറഞ്ഞത്. ക്വസ്റ്റ്യൻ ആണല്ലോ ഇൻവെർട്ടോകോമയ്ക്ക് ഉള്ളിൽ കിടക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് സെഡ് ഇറ്റ് ടു ഇറ്റ് ഈസ് ആസ്ക്ഡ്. സെഡ് ഇറ്റ് ടുവിന് പകരം ആസ്ക്ഡ്. ഈ റിപ്പോർട്ടിംഗ് വെർബ് കഴിഞ്ഞു വരുന്ന ഓബ്ജക്റ്റ്, ആ ഓബ്ജക്റ്റിന് തൊട്ട് പിന്നാലെ ക്വസ്റ്റ്യൻ വേർഡ് എഴുതുക. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ്റെ സബ്ജക്റ്റ് നോക്കുക. ഇവിടെ ക്വസ്റ്റ്യൻ്റെ സബ്ജക്റ്റ് മൈ ബാഗ്. മൈ ബാഗ് ഏത് പേഴ്സണാണ്? ഫസ്റ്റ് പേഴ്സൺ. അതിൻ്റെ സെക്കൻഡ് പേഴ്സൺ യുവർ ബാഗ്. തേർഡ് പേഴ്സൺ ഹർ ബാഗ് ഓർ ഹിസ് ബാഗ്. ഓക്കെ, അപ്പോൾ വേർ ഹിസ് ബാഗ്. ഇവിടെ കിട്ടിയല്ലോ. ഇൻവെർട്ടോകോമയ്ക്ക് പുറത്തുള്ള അതുപോലെ എഴുതുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് സെഡിറ്റുവിന് പകരം ആസ്ക്ഡ്. ഇനി റിപ്പോർട്ടിംഗ് വെർബ് കഴിഞ്ഞു വരുന്ന ഓബ്ജക്റ്റ് ഉണ്ടല്ലോ, ആ ഓബ്ജക്റ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ക്വസ്റ്റ്യൻ വേർഡ് എഴുതിയിരിക്കുക. ഇനി ക്വസ്റ്റ്യൻ്റെ സബ്ജക്റ്റ് നോക്കുക. അതിൻ്റെ പേഴ്സൺ മാറ്റാനുള്ളത് മാറ്റി എഴുതി. മൈ ബാഗ് എന്നുള്ളത് ഹിസ് ബാഗ്. ഇതിനകത്ത് ബാക്കി കിടപ്പുണ്ട്? വെർബ് കിടപ്പുണ്ട്. വെർബ് ചേഞ്ച് ചെയ്യണമല്ലോ. ഇവിടെ വെർബ് ഈസ് ആണ്, പ്രസന്റ് ടെൻസ് ആണ്. ആമും ഈസും ആറും പ്രസന്റ് ആണ്. ആമിൻ്റെയും ഈസിൻ്റെയും പാസ്റ്റ് വാസ് ആണ്. അപ്പം പ്രസൻസ് മസ്റ്റ് ബി ചേഞ്ച്ഡ് ഇൻടു പാസ്റ്റ് ആണ്. അപ്പം ഈസിൻ്റെ പാസ്റ്റ് എന്താണ്? വാസ്. ഇപ്പോൾ ഇത് റിപ്പോർട്ടഡ് ആയി. ഓക്കെ, റിപ്പോർട്ടഡ് ഫോമിലെ സെനൻസ് എൻഡ് ചെയ്യുന്നത് ഫുൾ സ്റ്റോപ്പ് ആണ്. റിപ്പോർട്ടഡ് ക്വസ്റ്റ്യൻ എൻഡ്സ് വിത്ത്
എ ഫുൾ സ്റ്റോപ്പ്. പിന്നെ ക്വസ്റ്റ്യൻ മാർക്ക് ഇടില്ല. ഈ ക്വസ്റ്റ്യൻ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫുൾ സ്റ്റോപ്പിലാണ് അത് എൻഡ് ചെയ്യുന്നത്. ഓക്കെ. ഇനി ക്വസ്റ്റ്യനും ഡയറക്റ്റ് ക്വസ്റ്റ്യനും റിപ്പോർട്ടഡ് ക്വസ്റ്റ്യനും തമ്മിലൊരു വ്യത്യാസമാണ്. നോക്കിയത് ഇൻ ക്വസ്റ്റ്യൻ ഫോം the verb comes first and then the subject. ക്വസ്റ്റ്യൻ ഫോമിൽ ആദ്യം വെർബ് വരുന്നു, പിന്നെ സബ്ജക്റ്റ് വരുന്നു. കണ്ടോ? ആദ്യം വെർബ് വരുന്നു, പിന്നീട് സബ്ജക്റ്റ് വരുന്നു. ബട്ട് ഇൻ റിപ്പോർട്ടഡ് ഫോം the subject comes first and then the verb. ആദ്യം സബ്ജക്റ്റ് വരും, പിന്നീടാണ് വെർബ് വരുന്നത്. ഇതാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യനും റിപ്പോർട്ടഡ് ക്വസ്റ്റ്യനും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇൻ ക്വസ്റ്റ്യൻ ഫോം വെർബ് കംസ് ഫസ്റ്റ് ആൻഡ് ദെൻ ദ സബ്ജക്റ്റ്. ക്വസ്റ്റ്യൻ ഫോമിൽ ആദ്യം വെർബ് വരും, പിന്നീടാണ് സബ്ജക്റ്റ് വരുന്നത്. റിപ്പോർട്ടഡ് ക്വസ്റ്റ്യൻ ആവുമ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ്റെ റിപ്പോർട്ടഡ് ഫോമിൽ ദ സബ്ജക്റ്റ് കംസ് ഫസ്റ്റ് ആൻഡ് ദെൻ ദ വെർബ്. ആദ്യം സബ്ജക്റ്റ് വരും, പിന്നീടാണ് വെർബ് വരുന്നത്. ഓക്കെ, യു ഗോട്ട് ഇറ്റ്? അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇൻവെർട്ടഡ് പുറത്തുള്ള അതുപോലെ എഴുതുന്നു, കൺജങ്ഷൻ ദാറ്റ് ചേർക്കുന്നതാണ് നമ്മൾ നേരത്തെ പഠിച്ച സ്റ്റേറ്റ്മെന്റ് റൂൾ. ഇവിടെ റിപ്പോർട്ടിംഗ് വെർബ് സെഡ് ടു ആണ്, പക്ഷെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇൻസ്റ്റെഡ് ഓഫ് സെഡ് ടു ഇറ്റ് ഈസ് ആസ്ക്ഡ്. സെഡ് ടുവിന് പകരം ആസ്ക്ഡ് ഉപയോഗിക്കും. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഫോമിൽ തന്നെ ആസ്ക്ഡ് തരും. നിങ്ങൾക്ക് എക്സാമിനും മറ്റുമൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഹി ആസ്ക്ഡ് ഹിസ് ബ്രദർ വേർ ഈസ് മൈ ബാഗ്, അങ്ങനെ തന്നെ ആയിരിക്കാം ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരിക. ഇനി അങ്ങനെ അല്ല സെഡ് ടു ആണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് സെഡ് ടുവിന് പകരം ഇറ്റ് ഈസ് ആസ്ക്ഡ്. ഓക്കെ, ഇത് രണ്ടും റിപ്പോർട്ടിംഗ് വെർബാണ്. ഇപ്പോൾ സെഡ് ടു ആയിട്ടാണ് സെഡ് ടു ആണ് റിപ്പോർട്ടിംഗ് വെർബായിട്ട് വരുന്നതെങ്കിൽ അത് ആസ്ക്ഡ് എന്ന് ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ ആസ്ക്ഡ് തന്നെ ആയിരിക്കും വരുന്നത്. ആ റിപ്പോർട്ടിംഗ് വെർബ് കഴിഞ്ഞു വരുന്ന ഓബ്ജക്റ്റ് ഉണ്ട് അല്ലേ? സബ്ജക്റ്റ്, റിപ്പോർട്ടിംഗ് വെർബ്, ഓബ്ജക്റ്റ്. ഇത് ഈ റിപ്പോർട്ടിംഗ് വെർബിന്റെ ഓബ്ജക്റ്റ് ആണ്. അപ്പോൾ ആഫ്റ്റർ ദി ഓബ്ജക്റ്റ് ഓഫ് ദിസ് റിപ്പോർട്ടിംഗ് വെർബ്, ഈ റിപ്പോർട്ടിംഗ് വെർബിന്റെ ഒബ്ജക്റ്റിന് ശേഷം യു ഹാവ് ടു പുട്ട് ദ ക്വസ്റ്റ്യൻ വേർഡ്. നിങ്ങൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിക്കണം. എന്നുവെച്ചാൽ ഈ ഒബ്ജക്റ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടെ കിടക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ് എന്താണോ അത് എഴുതണം. ഓക്കെ, ആ ക്വസ്റ്റ്യൻ വേർഡ് എഴുതി കഴിഞ്ഞാൽ പിന്നീട് ക്വസ്റ്റ്യൻ്റെ സബ്ജക്റ്റ് ആണ് നോക്കുന്നത്. വെർബല്ല, സബ്ജക്റ്റ് ആണ് നോക്കുന്നത്. ആ സബ്ജക്റ്റ് പേഴ്സൺ ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ മാറ്റി എഴുതുന്നു. കണ്ടോ? മൈ ബാഗ് എന്നുള്ളത് ഹിസ് ബാഗ് ആയി. ഇനി ലാസ്റ്റ് ആണ് വെർബ്, അത് കഴിഞ്ഞാണ് വെർബ് നോക്കുന്നത്. വെർബ് പ്രസന്റ് ആണെങ്കിൽ മസ്റ്റ് ബി ചേഞ്ച്ഡ് ഇൻ ടു പാസ്റ്റ്. ഉണ്ടോ? ഈസ്, വാസ് ആയി. ഇനി ഡയറക്റ്റ് ക്വസ്റ്റ്യനും അതിന്റെ റിപ്പോർട്ടഡ് ഫോമിലുള്ള ഒരു വ്യത്യാസം എന്താണ്? ക്വസ്റ്റ്യൻ ഫോമിൽ ദ വെർബ് കംസ് ഫസ്റ്റ് ആൻഡ് ദെൻ ദ സബ്ജക്റ്റ്. ക്വസ്റ്റ്യൻ ഫോമിൽ ആദ്യം വെർബും പിന്നീട് സബ്ജക്റ്റും വരും. പക്ഷെ റിപ്പോർട്ടഡ് ഫോമിലോ ആദ്യം സബ്ജക്റ്റ് വരുന്നു, പിന്നീടാണ് വെർബ് വരുന്നത്. ഓക്കെ, അതുപോലെ റിപ്പോർട്ടഡ് ക്വസ്റ്റ്യൻ എൻഡ് ചെയ്യുന്നത് ഫുൾ സ്റ്റോപ്പിലാണ്. മനസ്സിലായി? റിപ്പോർട്ടഡ് ക്വസ്റ്റ്യൻസ് എൻഡ് വിത്ത് ഫുൾ സ്റ്റോപ്പ്. ഓക്കെ, okay, she asked her brother, can you lift this box? അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇൻവെർട്ടഡ് പുറത്തുള്ള അതുപോലെ എഴുതുന്നു. സെഡ് ടു ആണെന്നുണ്ടെങ്കിൽ ആസ്ക്ഡിലേക്ക് ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞു, പക്ഷെ ഇവിടെ ആസ്ക്ഡ് തന്നെയാണ്. അപ്പോൾ ഷീ ആസ്ക്ഡ് ഹർ ബ്രദർ. ഓക്കെ ആണല്ലോ. ഇനി ഈ റിപ്പോർട്ടിംഗ് വെർബ് കഴിഞ്ഞുള്ള ഒബ്ജക്റ്റിന് ശേഷം ക്വസ്റ്റ്യൻ വേർഡ് എഴുതണം എന്നാണ് പറഞ്ഞത്. ഇവിടെ നോക്കി, ഈ ഇൻവെർട്ടഡ് ഉള്ളിൽ കിടക്കുന്ന ക്വസ്റ്റ്യന് ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടോ? വാട്ട്, വിച്ച്, വേർ, വെൻ, ഹൗ, അങ്ങനെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വേർഡിൽ തുടങ്ങുന്ന ക്വസ്റ്റ്യൻ ആണോ ഇത്? അല്ല. ക്യാൻ യു ലിഫ്റ്റ് ദിസ് ബോക്സ്? നിനക്ക് ഈ ബോക്സ് എടുത്ത് പൊക്കാൻ പറ്റുമോ? ചോദ്യമാണ്. അപ്പൊ യെസ് ഐ ക്യാൻ ലിഫ്റ്റ് ദിസ് ബോക്സ് എന്നോ നോ ഐ കനോട്ട് ലിഫ്റ്റ് ദിസ് ബോക്സ് എന്നോ പറയേണ്ടതില്ല. സേ യെസ് ഓർ നോ.
ഇല്ലേ? എന്ത് പറഞ്ഞാൽ മതി? യെസ് ഓർ നോ. അപ്പോൾ ഇത് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഇത് WH ക്വസ്റ്റ്യൻസ് ആണ്. WH ഗ്രൂപ്പാണ്. അതിനകത്ത് WHൽ ബിഗിൻ ചെയ്യാത്തൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്, ഹൗ. അപ്പോൾ ഇത് WH ക്വസ്റ്റ്യൻ അല്ല, എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അവിടെ എന്തില്ല? ക്വസ്റ്റ്യൻ വേർഡ് ഇല്ല. ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടെങ്കിൽ ഈ ഓബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വേർഡ് അവിടെ ഉണ്ടോ? ഈ റിപ്പോർട്ടിംഗ് വെർബ് കഴിഞ്ഞ് വരുന്ന ഓബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വേർഡ് എഴുതണം. പക്ഷെ ഇവിടെ ഈ ഓബ്ജക്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എന്തില്ല? ക്വസ്റ്റ്യൻ വേർഡ് ഇല്ല. ഇഫ് ദർ ഈസ് നോട്ട് എനി ക്വസ്റ്റ്യൻ വേർഡ്, ക്വസ്റ്റ്യൻ വേർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു യൂസ് ഇ ഫോർ വെദർ. ഈഫ് അല്ലെങ്കിൽ വെദർ ഉപയോഗിക്കും. അപ്പം റിപ്പോർട്ടിംഗ് വെർബ് കഴിഞ്ഞുള്ള ഓബ്ജക്റ്റിന് ശേഷം ക്വസ്റ്റ്യൻ വേർഡ് എഴുതേണ്ടതാണ്. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ വേർഡ് ഇല്ല. കാരണം ഇത് ഒരു WH ക്വസ്റ്റ്യൻ അല്ല, അതൊരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അവിടെ എന്തില്ല? ക്വസ്റ്റ്യൻ വേർഡ് ഇല്ല. അപ്പോൾ ഇഫ് ദർ ഈസ് നോട്ട് എനി ക്വസ്റ്റ്യൻ വേർഡ്, നിങ്ങൾ എന്ത് യൂസ് ചെയ്യണം? ഈ ഓബ്ജക്റ്റ് കഴിഞ്ഞാൽ ഇഫ് അല്ലെങ്കിൽ വെദർ യൂസ് ചെയ്യണം. ഇഫോ വെദറോ യൂസ് ചെയ്യണം. ഇനി ക്വസ്റ്റ്യൻ്റെ സബ്ജക്റ്റ് നോക്കുക. യു സെക്കൻഡ് പേഴ്സൺ ആണല്ലോ. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പേഴ്സൺ മസ്റ്റ് ബി ചേഞ്ച് ഇൻ ടു തേർഡ് പേഴ്സൺ ഹി. ഓക്കെ. ഇനി വെർബ് നോക്കണം. ക്യാൻ ലിഫ്റ്റ് ആണ് ഇവിടുത്തെ വെർബ്. ക്യാൻ ലിഫ്റ്റ് ആണ് വെർബ്. ക്യാൻ ലിഫ്റ്റ് എന്നുള്ളതിന്റെ പാസ്റ്റ് എന്താണ്? ക്യാനിന്റെ പാസ്റ്റ് എന്താ? കുഡ്. അപ്പൊ ക്യാൻ ലിഫ്റ്റിന്റെ പാസ്റ്റ് കുഡ് ലിഫ്റ്റ്. ഓക്കെ. ദിസ് മസ്റ്റ് ബി ചേഞ്ച്ഡ് ഇൻ ടു ദാറ്റ്. ദിസ് ദാറ്റ് ആണ്. അപ്പൊ ദിസ് ബോക്സ് എന്നുള്ളത് ദാറ്റ് ബോക്സ് ഒന്ന് ചേഞ്ച് ചെയ്യും. ഇവിടെ കിട്ടിയോ? അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് സെഡ് ഇറ്റ് ടു ഇറ്റ് ഈസ് ആസ്ക്ഡ്. ഇനി ആസ്ക്ഡ് തന്നെയാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ തരുന്നതെങ്കിൽ അതുപോലെ എഴുതുന്നു. എന്നിട്ട് ആ റിപ്പോർട്ടിംഗ് വെർബ് കഴിഞ്ഞ് വരുന്ന ഓബ്ജക്റ്റ് അല്ലേ, ആ ഓബ്ജക്റ്റിന് ശേഷം എന്താ എഴുതേണ്ടത്? ക്വസ്റ്റ്യൻ വേർഡ് എഴുതണം. അതെങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ WH ക്വസ്റ്റ്യൻ ആണ് എന്നുണ്ടെങ്കിൽ, WH ഗ്രൂപ്പിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ വേർഡിലായിരിക്കും നമുക്ക് തുടങ്ങുന്നത്. വാട്ട്, വിച്ച്, വേർ, വെൻ, ഹൗ, അങ്ങനെ എന്തെങ്കിലും. എന്നാൽ ഇവിടെ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വേർഡിലല്ല ഈ ക്വസ്റ്റ്യൻ തുടങ്ങുന്നത്. ഓക്കെ. ഇതൊരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്യാൻ യു ലിഫ്റ്റ് ദിസ് ബോക്സ് എന്നുള്ള ക്വസ്റ്റ്യന് യെസ് ഐ ക്യാൻ ലിഫ്റ്റ് ദിസ് ബോക്സ്, എനിക്ക് ഈ ബോക്സ് എടുത്ത് പൊക്കാൻ കഴിയും, അല്ലെങ്കിൽ എനിക്ക് ഈ ബോക്സ് എടുത്ത് പൊക്കാൻ കഴിയില്ല, അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. സേ യെസ് ഓർ നോ. ഓക്കെ. അപ്പോൾ ഇത് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ വേർഡ് ഇല്ല. ഇഫ് ദർ ഈസ് നോട്ട് എനി ക്വസ്റ്റ്യൻ വേർഡ് യു ഹാവ് ടു യൂസ് ഇ ഫോർ വെദർ. ക്വസ്റ്റ്യൻ വേർഡ് ഇല്ലെങ്കിൽ ഇഫ് അല്ലെങ്കിൽ വെദർ യൂസ് ചെയ്യാം. ബാക്കി പറഞ്ഞതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ്റെ സബ്ജക്റ്റ് എടുക്കുക. സെക്കൻഡ് പേഴ്സൺ ആയിരുന്നു, തേർഡ് പേഴ്സൺ ആയി. ഇനി വെർബ് നോക്കുക. ക്യാൻ ലിഫ്റ്റ് ആണ് വെർബ്. അതിന്റെ പാസ്റ്റ് കുഡ് ലിഫ്റ്റ്. ദിസ് മസ്റ്റ് ബി ചേഞ്ച്ഡ് ഇൻ ടു ദാറ്റ്. ഇത് എന്നുള്ളത് അത് എന്നാണ്. ഇപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്തു. ഷീ ആസ്ക്ഡ് ഹർ ബ്രദർ ഇഫ് he could lift that box, അല്ലെങ്കിൽ whether he could lift that box. ഓക്കെ. ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുന്നത്. രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് WH ക്വസ്റ്റ്യൻസ്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. ഓക്കെ. അപ്പോൾ എന്തൊക്കെയാണ് ചേഞ്ച്? ഇൻസ്റ്റെഡ് ഓഫ് സെഡ് ഇറ്റ് ടു ഇറ്റ് ഈസ് ആസ്ക്ഡ്. ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ സെഡ് ഇറ്റ് ടു ആണെന്നുണ്ടെങ്കിൽ ആസ്ക്ഡ് എന്ന് ചേഞ്ച് ചെയ്യും, അത് റിപ്പോർട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ ആസ്ക്ഡ് തന്നെയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ആ റിപ്പോർട്ടിംഗ് വെർബ് കഴിഞ്ഞ് ഒരു ഒബ്ജക്റ്റ് വരും. ആ ഒബ്ജക്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ്റെ ക്വസ്റ്റ്യൻ വേർഡ് എഴുതിയേക്കണമെന്നുണ്ടോ. ഓക്കെ. അതിനുശേഷം ക്വസ്റ്റ്യൻ്റെ സബ്ജക്റ്റ് നോക്കണം, അതിൻ്റെ പേഴ്സൺ മാറ്റാനുണ്ടെങ്കിൽ മാറ്റണം. ദെൻ വെർബ് നോക്കണം. പ്രസന്റ് ടെൻസ് മസ്റ്റ് ബി ചേഞ്ച്ഡ് ഇൻ ടു പാസ്റ്റ്, പ്രസന്റ് പാസ്റ്റ് ആക്കണം. ഇനി ഒരു വ്യത്യാസം ക്വസ്റ്റ്യൻ ഫോമും റിപ്പോർട്ടഡ് ഫോമും തമ്മിലുള്ള. In question form, verb comes first and then the subject, but in reported form, the subject comes first and then the verb. Question form il ആദ്യം വെർബും പിന്നെ സബ്ജക്റ്റും വരും. റിപ്പോർട്ടഡ് ഫോമിൽ ആദ്യം സബ്ജക്റ്റും പിന്നീടാണ് വെർബ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. She asked her brother can you lift this box. ഇവിടെ ആസ്ക്ഡ് തന്നെയാണ് തന്നിരിക്കുന്നത്, സെഡ് ഇറ്റ് ടു അല്ല. അപ്പോൾ അത് കഴിഞ്ഞ് വരുന്ന ഒബ്ജക്റ്റ് ഹർ ബ്രദർ ആണ്. ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ക്വസ്റ്റ്യൻ വേർഡ് എഴുതണമെന്നാണല്ലോ പറഞ്ഞത്. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടോ? ഇല്ല. ക്യാൻ യു ലിഫ്റ്റ് ദിസ് ബോക്സ് എന്ന് പറയുന്നത് ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് ഇല്ല അവിടെ. അപ്പോൾ ഈ ഒബ്ജക്റ്റിന് ശേഷം ഇഫ് ദർ ഈസ് നോട്ട് എനി ക്വസ്റ്റ്യൻ വേർഡ് യു ഹാവ് ടു യൂസ് ഈ ഫോർ വെദർ. ക്വസ്റ്റ്യൻ വേർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈഫ് അല്ലെങ്കിൽ വെദർ യൂസ് ചെയ്യണം. അതിനുശേഷം ആദ്യത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ പറഞ്ഞതുപോലെ തന്നെയാണ്, സബ്ജക്റ്റ് ദെൻ വെർബ്. ഓക്കെ. ഇവിടെയും അങ്ങനെയാണ്.
റിപ്പോർട്ടഡ് ഫോമിൽ ആദ്യം സബ്ജക്റ്റ് വരും, പിന്നീടാണ് വെർബ് വരുന്നത്. ഇങ്ങനെയാണ് 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ടേണിങ് ക്വസ്റ്റ്യൻസ് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച്? 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. WH ക്വസ്റ്റ്യൻസ് ഉണ്ട്, yes or no ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് രണ്ടും റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, നോക്കേ.